സഖാവ് എന്ന് പറഞ്ഞാൽ സഹപ്രവർത്തകൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതിൽ എന്തർത്ഥത്തിലാണ് അദ്ദേഹം പ്രയോഗിച്ചതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് സഖാവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ അർത്ഥമുള്ളൂ. സഖാവ് സഹപ്രവർത്തകൻ എന്നാണ് കൃത്യമായ അതിൻ്റെ സാധാരണ രീതിയിലുള്ള അർത്ഥം. അതൊക്കെ ഞങ്ങൾ എടുക്കും. വകപ്പോലേക്ക് എടുക്കുന്നില്ലല്ലോ. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത് മാത്രമല്ലേ. അദ്ദേഹം സഖാവ് എന്നുള്ളതുകൊണ്ട് എന്താ അർത്ഥമാക്കിയിട്ടുള്ളത് നമുക്ക് വ്യക്തതയില്ലല്ലോ. അതിപ്പോൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ വ്യക്തമാവും. ഞങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം വ്യക്തമാണ്. ഞങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ, കേരളത്തിൽ. വിശ്വാസികളെ ഒഴിവാക്കിയിട്ട് വർഗീയതക്കെതിരായിട്ട് പൊരുതാൻ സാധിക്കില്ല. വർഗീയത എന്ന് പറയുന്നത് രാജ്യാധികാരത്തിലേക്ക് കടക്കാൻ മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിക്കുന്ന പ്രക്രിയയിൽ നിന്നാണ് വർഗീയത ഉണ്ടാകുന്നത്. ആ വർഗീയതയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ആ എതിർക്കാൻ വിശ്വാസികളെ ഉൾപ്പെടെ ചേർത്ത് മുമ്പോട്ടേക്ക് പോകണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ ഇവരെല്ലാം വിശ്വാസികളാണ്. ആ വിശ്വാസികളെ കൂടി ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്.